ഹായ് ഗായ്സ്. സോ നമുക്കിന്ന് എങ്ങനെ ഐബ്രോസ് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കാൻ നോക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മാർസിൻ്റെ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിലാണ്. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് വന്നിട്ട് ബ്രഷും മറ്റു സൈഡ് വന്നിട്ട് ഇതിൻ്റെ എന്താ പറയുക ഈ എഴുതുന്ന ഈ സംഭവമാണുള്ളത്, പെൻസിലുമാണുള്ളത്. ബ്രൗൺ ഷെയ്ഡാണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എഴുതി നോക്കാം. ഞാൻ ഒരു സൈഡ് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ആദ്യം ഈ ബ്രഷിൻ്റെ ഈ ഭാഗം എടുത്തിട്ട് നല്ല കോംബ് ചെയ്ത് കൊടുക്കുക. ഹെയർസ് നല്ല അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. പെൻസിൽ വെച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ, നമ്മൾ താഴെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കുറച്ച് കട്ടിങ് എഴുതണം. അപ്പം ഇവിടെ തിന്നായിട്ടും സ്റ്റാർട്ടിൻ്റെ തിന്നായിട്ടും ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ എഴുതുക. പിന്നെ അതുപോലെ നമ്മൾ മുകളിൽ അതിൻ്റെ ഹൈറ്റ് ഉണ്ടാവില്ല, കാരണം നമുക്ക് എവിടേക്കാണോ ഫില്ല് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എഴുതി കൊടുക്കാം. ബ്രൗൺ ഷെയ്ഡ് ആയ കാരണം നമുക്ക് അധികം വൃത്തികേട് വരില്ല. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം എനിക്ക് ഈ ഭാഗത്ത് കുറച്ച് കുറവുള്ള കാരണം അവിടെ കുറച്ചധികം എന്ത് ചെയ്യുക എന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്രഷ് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലേക്ക് നമ്മളിങ്ങനെ സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, കണ്ടോ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ എങ്ങനെയായിരുന്നു ഈ വിരിക്കുന്നുണ്ടായിരുന്നത്, ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഇതും കണ്ടോ നിങ്ങൾ? നല്ല ഡിഫറൻസ് അല്ലേ ഗായ്സ്? അപ്പം നമ്മൾ ഇതും കൂടെ ഫില്ലാക്കി വന്നിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഐബ്രോസ് അത്രയും ചെയ്ത് നമ്മൾ ലുക്കിൽ കൊണ്ടുവരും. അപ്പം എല്ലാവരും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് എത്രയൊക്കെയുള്ള ഗൈസ്. ബൈ.